ഇതിഹാസത്തിൽ പ്രസിദ്ധി നേടിയിട്ടുള്ള നമ്മളുടെ ശബരിമലയെക്കുറിച്ച് നിങ്ങൾ ഏവരും കേട്ടിട്ടുണ്ടാകും. ചിലർക്കൊക്കെ ഈ അറിവുകൾ അറിയത്തില്ലായിരിക്കാം. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ അറിവ് പകരുന്നത്. മണികണ്ഠനും ശബരിമലയും ഒക്കെ ഏതാണ്ട് അടുത്ത കാലത്തിലാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ശബരിമലയ്ക്ക് അധികം പഴക്കമില്ല എന്നാണ് പലരുടെയും വിശ്വാസം. എന്നാൽ ഇത് ഇതിഹാസങ്ങളിൽ പ്രസിദ്ധമായിട്ടുള്ള അതിപ്രധാനപ്പെട്ട ഒരു ഭാരതത്തിലെ സ്ഥലം തന്നെയാണ് ശബരിമല. ഉത്തരഭാരതത്തിൽ ഗംഗാനദിയും കാശിയും എന്നതുപോലെ തന്നെ പമ്പയാറും അതിവിശേഷപ്പെട്ട പുണ്യ നദിയാണ്, പുരാതന നദിയാണ്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള, ലോക പ്രശസ്തമായിട്ടുള്ള പുണ്യസ്ഥലങ്ങളാണ് പമ്പയും ശബരിമലയും. രാമായണത്തിൽ അത് പ്രതിപാദിച്ചിട്ടുമുണ്ട് എന്നത് നമുക്ക് ഏവർക്കും അറിയാം. രാമായണ കാലം മുതൽ തന്നെ പമ്പയും ശബരിപീഠവും ഒക്കെ തീർത്ഥാടകർ സന്ദർശിക്കാറുണ്ടായിരുന്നു. രാമന്റെ വരവും കാത്ത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു സ്ഥലത്ത് ഇരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ശബരി എത്തിച്ചേർന്ന് രാമനെ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലമാണ് ശബരിപീഠം അഥവാ ശബരിമല. ശബരിയുടെ നിത്യപാദസ്പർശവും പിന്നീട് രാമന്റെ ആഗമനത്തോടെ രാമന്റെ പാദസ്പർശവും ഒക്കെ ഏറ്റ അതിവിശേഷപ്പെട്ട സ്ഥലമാണ് ശബരിമലയും പമ്പാ നദിയും.